അങ്ങനെ ചെന്നൈ എയർപോർട്ടിലേക്ക് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബാഗൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇനി ബെൽഫാസ്റ്റിൽ നിന്നാണ് ബാഗ് കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ലഗേജ് മാത്രം ഞങ്ങൾക്ക് ക്യാരി ചെയ്താൽ മതിയായിരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് എൻട്രി ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് വേറെ സ്പോട്ടൊന്നുമില്ല. ഈ ഒരൊറ്റ ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു മുട്ട പപ്സിന് തന്നെ 200-300 രൂപയാണ്. എന്താ അല്ലേ? എന്തായാലും അത്രയും പൈസ കൊടുത്ത് എനിക്ക് എന്തായാലും മുട്ട പപ്സ് മേടിക്കണ്ടായിരുന്നു. പിന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ അവിടെ ഇല്ലായിരുന്നു. അപ്പം തന്നെ നേരെ ചെന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ എന്താ ഗേറ്റ് ഓപ്പൺ ആയപ്പോഴേക്കും ഉള്ളിൽ ചെന്നപ്പോഴേക്കും എന്തായാലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് പോയപ്പോഴേക്കും ഇവിടെയും ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയിട്ടല്ലാണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ല തലവേദന ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്യാപ്പച്ചീനോ മേടിച്ചു. 350 രൂപ പടേന്ന് അങ്ങ് പോയി. എന്തായാലും 350 രൂപയ്ക്ക് ഒട്ടും കുറയ്ക്കാതെ തന്നെ അതിലൊരു ലവ് ചിഹ്നമൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് എയർവേസ് ആയിരുന്നു അടുത്ത ഫ്ലൈറ്റ്. ടോട്ടലി 7 hours ആണ് ചെന്നൈയിൽ എനിക്ക് ലേ ഓവർ ഉണ്ടായിരുന്നത്.